മലയാളം ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിട്ട് വെറും 2 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. 2 എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു അനക്കം സൃഷ്ടിച്ച കുറച്ച് മത്സരാർത്ഥികളുണ്ട്. നമുക്കറിയാം 19 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ബിഗ് ബോസ് സീസൺ 6 എന്നുള്ള ഷോയിൽ 19 മത്സരാർത്ഥികൾക്കും ഇതുവരെ അവിടെ ഗെയിം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ചിലർ മാത്രമാണ് അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ഗെയിം ഓൺ ആക്കിയിട്ടുള്ളതും. നമുക്കറിയാം ആരൊക്കെയാണ് അത് എന്നുള്ള കാര്യം ബിഗ് ബോസ് സീസൺ 6 കണ്ട ഒരുവിധം പേർക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഈ 2 ദിവസം കൊണ്ട് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികൾ ആരെന്ന് ചോദിച്ചാൽ നമുക്കൊരു 5-6 പേരുടെ പേരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം അവരാരൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പേര് ഞാൻ പറയുക രതീഷിന്റെ തന്നെയായിരിക്കും. പലർക്കും ഒരു ചൊറിച്ചിലായും ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്നതായും ഒക്കെ തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് രതീഷ്. പക്ഷേ ഈ 2 ദിവസമായി അവിടെ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ള ഏക മത്സരാർത്ഥികളിൽ ഒരാളാണ് രതീഷ് എന്ന് നമുക്ക് പറയാം. അത് പറയുകയാണെങ്കിൽ പലർക്കും ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. പലരുടെ അടുത്ത് പോയി വെറുതെ കിടന്ന് ചൊറിയുകയും വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രതീഷ്. പക്ഷേ ആ വീട് ഈ 2 ദിവസം അത്രയും ആക്റ്റീവായി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാരൻ രതീഷ് എന്നുള്ള വ്യക്തി തന്നെയാണ്. അവസാന ലിസ്റ്റിലേക്ക്, അതായത് നമുക്കറിയാം ഒരു ടോപ്പ് 5 എന്നുള്ള ഒരു ലിസ്റ്റ് ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ യോഗ്യത ഇപ്പോൾ തുടക്കം തന്നെ കാണിക്കുന്ന ഒരു മത്സരാർത്ഥികളിൽ ഒരാളാണ് രതീഷ്. ഇപ്പോൾ തന്നെ രതീഷിന് ഒരുപാട് ഫാൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. രതീഷിന് ഇഷ്ടമല്ലാത്തവരും ഉണ്ടായിരിക്കാം, നമുക്കറിയാലോ. കുറച്ചു പേർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ കുറച്ചു പേർക്ക് ഇഷ്ടമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രതീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഇപ്പോൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രതീഷ് എന്ന വ്യക്തിക്ക് ബിഗ് ബോസ് സീസൺ 6 ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി പറയുകയാണെങ്കിൽ സിജോ എന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് സൈലന്റ് ആയിട്ടല്ല തുടങ്ങിയത്, ഫസ്റ്റ് തന്നെ തുടങ്ങിയതാണ്. വഴക്കും വക്കണവും ഒക്കെ വെച്ച് തുടങ്ങിയത് സിജോ കൂടിയാണ്. രതീഷ് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളിലേക്കും മറുപടി പറയാനും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാനും അവിടെ സിജോ മുതിരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ജയമോ തോൽവിയോ എന്നും നോക്കണ്ട, അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും അവിടെ സിജോ ബ്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ ഗെയിം കളിക്കാം, എന്ത് കുരുട്ടുബുദ്ധി ഉപയോഗിക്കാം എന്ന് കൃത്യമായി ചിന്തിച്ച ഒരു വ്യക്തിയാണ് സിജോ. എങ്ങനെ ഗെയിം കളിക്കണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തു വരുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു സിജോ. പക്ഷെ എത്ര പ്ലാൻ ചെയ്തു വന്നാലും ബിഗ് ബോസ് വീടിനുള്ളിൽ കളിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നിരുന്നാൽ പോലും ആ വീട്ടിലെ വളരെ ആക്റ്റീവായി ഗെയിം കളിക്കാൻ മുതിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സിജോ. സിജോയ്ക്ക് ഒരുപാട് ഫാൻസ് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരു മികച്ച മത്സരാർത്ഥി ആയിരിക്കും, ടോപ്പ് 5 എത്താൻ യോഗ്യതയുള്ള മത്സരാർത്ഥി ആയിരിക്കും സിജോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മൂന്നാമതായി പറയുകയാണെങ്കിൽ ജാസ്മിൻ ജാഫറിന്റെ പേര് പറയേണ്ടി വരും. നമുക്കറിയാം കഴിഞ്ഞ സീസണിലും തുടക്കത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലേഡീസ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പതുങ്ങിപ്പോയ ലേഡീസ് കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജാസ്മിൻ തുടർന്നുള്ള എപ്പിസോഡുകളിലും നല്ല ഫയർ ആയിട്ട് വരാനാണ് ചാൻസ്. പല ഗെയിം പ്ലാനുകളും ജാസ്മിൻ അവിടെ ഉണ്ട്. ആ ഗെയിം പ്ലാനുകൾ വെച്ച് തന്നെയാണ് ജാസ്മിൻ മുന്നേറുന്നത്. എന്തായാലും എന്ത് ഗെയിം പ്ലാൻ ആണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ആ വീട്ടിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, ഗെയിം കളിക്കാനുള്ള കഴിവ്, ഉന്മേഷം, അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും കട്ടയ്ക്ക് മുട്ടി നിൽക്കാനും സംസാരിക്കാനുള്ള കഴിവ് അത് ജാസ്മിൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ടോപ്പ് 5 എത്താൻ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ ജാഫർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത മത്സരാർത്ഥി എനിക്ക് തോന്നുന്നു ഗബ്രിയാണെന്ന്. ഗബ്രി വളരെ സൈലന്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇത്രയും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഗബ്രി എങ്ങനെ ഗെയിം കളിക്കണം, സൈലന്റ് ആയി നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഗെയിമിലേക്ക് വരണം എന്ന് കൃത്യമായി ചിന്തിച്ച് ഗെയിം കളിക്കുന്ന വ്യക്തി തന്നെയാണ് ഗബ്രി. അവിടെ ഒരു ലവ് ട്രാക്ക് കൊണ്ടുവരണോ, ഏത് ട്രാക്കിൽ കൂടെ പോകണം എന്നുള്ളതൊക്കെ ഗബ്രി ഓരോ ദിവസങ്ങൾ കൊണ്ട് തീരുമാനിച്ച് മുന്നേറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല ഗബ്രി ഒരു ചുള്ളം പയ്യനായതുകൊണ്ട് തന്നെ ഒരുപാട് പെൺപിള്ളേരുടെ ഫാൻ സപ്പോർട്ടും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് അവിടെ നിൽക്കാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഗബ്രി തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് വന്നാൽ ടോപ്പ് 5 എത്താൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ഗബ്രി. അടുത്തതായി ഞാൻ പറയുകയാണെങ്കിൽ അത് അർജുനായിരിക്കും.
വളരെ പാവം പിടിച്ച രീതിയിൽ ചിരിച്ചൊരു ക്യൂട്ട്നെസ് ചിരിയൊക്കെയാണ് അർജുന്റെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നിഷ്കളങ്കതയും മുഖത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ സപ്പോർട്ട് കിട്ടും, ഒരു നിഷ്കളങ്കത ആ മുഖത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു സൈലൻ്റായി നിന്നാലും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ആൾക്കാരുടെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് അർജുനെ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ ആ ഒരു ക്യൂട്ട്നെസ് വിതറിക്കൊണ്ട് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിയാൽ അർജുൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുപോലെ തന്നെ കപ്പടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു മത്സരാർത്ഥിയാണ് അർജുൻ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അർജുൻ അവിടെ മുന്നേറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും മത്സരാർത്ഥികളാണ് അവിടെ ഇത്രയും ദിവസമായിട്ട് 2 ദിവസം കൊണ്ട് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത മത്സരാർത്ഥികൾ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് റോക്കിയെ പറയാം. പക്ഷെ റോക്കിക്ക് അത്രയും സാമർത്ഥ്യ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ റോക്കി ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുടിയനെയും പറയാം. മുടിയനെ വേണമെന്നുണ്ടെങ്കിൽ വളരെയധികം ആക്റ്റീവായിട്ട് തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് മുടിയൻ എന്നും പറയേണ്ടി വരും. ഇത്രയും മത്സരാർത്ഥികളെ കുറിച്ചാണ് എനിക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ്.